ഞാനിവിടെ പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ, അടുത്തൊന്നും മാറുന്നില്ല. സൺഡേ ആണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഓഫുള്ളൊരു ദിവസം, നമ്മുടെ ഒരു ഹോളിഡേ നമ്മൾ എങ്ങനെയാണ് കടന്നു പോവാറ്, അതായത് പൈസ ഇല്ലാത്ത ദിവസങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ കടന്നു പോവാറ് അല്ലേ, അതെങ്ങനെയാന്നുള്ളത് നമുക്ക് ഇന്നത്തെ വ്ളോഗിലൂടെ കാണാം. ഗോപിജി അപ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വെയിലുണ്ടെന്നേ ഉള്ളൂ, നല്ല തണുപ്പുണ്ട്. വിൻ്റർ എൻഡിങ് ആയതുകൊണ്ട് വെയിലൊക്കെ അടിച്ച് തുടങ്ങി. സോ നല്ല നടക്കാൻ പറ്റിയ നല്ലൊരു വെതറാണ്, കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും വലിയൊരു സിറ്റി ഒന്നും അല്ലെങ്കിലും കൂടി നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളുള്ള ഒരു ചെറിയ ടൗൺ ആണ് കേട്ടോ. അതാണ് ലിത്തിയ എന്ന് പറയുന്നൊരു സ്ഥലം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി ഒരു 500 മീറ്റർ സറൗണ്ടിങ്സിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും, സൂപ്പർ മാർക്കറ്റ്, ഹോസ്പിറ്റൽ, അങ്ങനെ വേണ്ട എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ലിത്തിയ. അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും കൂടിയും ഒരു സിറ്റി വൈബ് അല്ല. അത് നമുക്ക് ഈ വീഡിയോ കാണുന്നതോടുകൂടി മനസ്സിലാവും. ഇവിടെ ഒരു സിറ്റി വൈബ് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇതൊരു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെയുള്ള ആളുകൾ എത്ര ബിസി ആണെങ്കിലും കൂടി അവരുടെ എൻജോയ്മെൻറ്റ്സിനും അവരുടെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് സമയം കണ്ടെത്തുന്ന ആളുകളാണ്. അതുപോലെ ഒരു ദിവസമാണ് സൺഡേ. അപ്പോൾ നമുക്ക് ഇച്ചിരി നടന്നിട്ട് വരാം. ഇപ്പോൾ കണ്ട ഡോഗ്സ് ഇല്ലേ, ഞങ്ങൾ ഒരു വട്ടം നൈറ്റ് ഡ്യൂട്ടിക്ക് കാർ എടുക്കാത്ത ദിവസത്തിൽ നടന്നു വരുമായിരുന്നു, ഞാനും ഫ്രണ്ടും കൂടെ. അന്നേരം ഇതുങ്ങൾ ഓടി ഞങ്ങൾ ശരിക്കും അറ്റാക്ക് ചെയ്യാൻ വന്നു. ഇതിൻ്റെ പുറകിലായിട്ട് അതിൻ്റെ ഓണർ ഉണ്ടായിരുന്നു. അവരെന്തോ സിഗ്നൽ കൊടുത്ത് ഇതിനെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അയാൾ പറഞ്ഞു ഭയങ്കര അഗ്രസീവാണ്. ബട്ട് അവർ ഗേറ്റ് ചാടി കിടക്കാവുന്ന ഹൈറ്റ് ഉണ്ട് അവർക്ക്. അതിങ്ങൾക്ക് അത്രയുള്ള ബുദ്ധിയില്ല. ട്രെയിൻഡ് ഡോഗ്സ് ആണെന്ന് തോന്നുന്നു, ആണ്. അതുകൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി നിർത്തിയേക്കായിരിക്കും. എന്തോ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഡോഗ്സ് ആണത്. നമ്മളിത് 1 കിലോമീറ്റർ നടന്നപ്പോഴത്തേക്കും പട്ടി കിതയ്ക്കുന്ന പോലെ കിതച്ചു തുടങ്ങി. ഞാനല്ല, ഞാനും നീയും നിന്ന് മാറി നിന്ന് കിതക്കി നീ. അയ്യോ ശരിയാ. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവര് വെയിലങ്ങ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ചാടിക്കേടി ഇറങ്ങും. പിന്നെ ആ വെയിൽ പോകുന്ന നേരെ പുറത്തായിരിക്കും. പറ്റുന്നില്ല, സത്യം പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, കിതച്ച്. നീ ഓരോരുത്തരും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ കാണുന്ന ലാൻഡില്ല, അത് ചോളപ്പാടാണ് കേട്ടോ. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അവിടെ കൃഷി നടക്കുള്ളൂ. അതായത് ഇപ്പം സമ്മർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോളം വിത്തൊക്കെ ഇട്ട് ചെടിയൊക്കെ വരും. തന്നെ അതിൻ്റെ എന്താ പറയാ, അതിന് വിളവെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല അത് കഴിഞ്ഞ പിന്നെ ഈ ലാൻഡ് ഇങ്ങനെ ചുമ്മാ കിടക്കും. ഇനിയിപ്പം സമ്മർ ഒക്കെ ആവുമ്പോ അത് കണ്ടു നാളെ ഒരു ദിവസം വലിയൊരു വണ്ടിക്ക് വന്ന്. ഇതാട്ടോ ഗ്രാസ് ഇങ്ങനെ അതെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചേക്കാണ്. ഇനി അത് കൊണ്ടുപോകും. അപ്പോൾ അതാണ് ഇവിടുത്തെ പരിപാടി. അങ്ങനെ എവിടെ എങ്ക പാത്താലും കുന്നും മലയും ഒക്കെയാണ്. ഒരു സിറ്റി വൈബ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ. ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ അകലെയാണ് നമ്മൾ ലുബ്ലിയാന എന്ന് പറയുന്ന സിറ്റി. അവിടെയാണ് നമുക്ക് ആകെയുള്ളൊരു എയർപോർട്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഇച്ചിരി അടുത്താണ് കാണുന്നത്. സോ അവിടെ നിന്നായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു ഊഹം.
ആ കാക്കയുടെ കളർ ശ്രദ്ധിച്ചോ? അതിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അത് പ്യുവർ ബ്ലാക്ക് അല്ല. അങ്ങനെയല്ലടാ കോഴിനെ വിളിക്കുക. മലയാളം അറിയത്ത കണ്ടറി കോഴികൾ. ഇതിനകത്താണ് കേട്ടോ ഇവര് വിന്ററൊക്കെ ആകുമ്പം പുല്ലിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ശേഖരിച്ച് വെക്കുക. ഈ സംഭവം ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് പശു വളർത്തുന്ന ഫാമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഇവിടെ കാണണം. Both are moving in the same direction. Something suspicious. ഗൈസ്, എൻ്റെ ഗസ്സിങ് മിസ്സായി പോയില്ല. ഇത് 200 മീറ്റർ അകലെ ഒരു ഫാം ഉണ്ടെന്നാണ് സിമ്പല് കാണിക്കുന്നത്. ഈ വണ്ടിയൊക്കെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അതാണോ നമ്മുടെ നാട്ടിലൊക്കെ ഈ തടിയുടെ തൂണ് പോസ്റ്റ് ഒക്കെ മണ്ണിൽ നേരെ കുഴിച്ചിടുമല്ലേ? ഇത് കുഴിച്ചിടാതെ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കി അതിന് മണ്ടയ്ക്ക് വെച്ചേക്കും. അപ്പൊ അത് കേടാവുന്ന ഇലക്ട്രിക് എഞ്ചിനീയറുടെ പുതിയ കണ്ടുപിടുത്തം. ആപ്പിൾ ഈ കരിഞ്ഞുണങ്ങി നിൽക്കുന്നതാണ് ആപ്പിൾ മരങ്ങൾ. കുറച്ചുകൂടി കഴിഞ്ഞ് ഇതൊക്കെ പൂവിട്ട് കായ്ക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ഈ വള്ളികളില്ലേ, ഇതും മുന്തിരി വള്ളികളാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഭംഗിയൊക്കെ പുറത്ത് വരും. അന്നേരം കാണണം ഇതൊക്കെ. മരമുല്ലയുണ്ട്. പാരിജാതം എന്ന് പറഞ്ഞാൽ പുല്ലൊക്കെ വീണ്ടും കൂട്ടിയിട്ടേക്കുന്ന കാണാം അവിടെ. അമ്മച്ചി, ഇത് നമ്മുടെ നാട്ടിൽ മറ്റേ കച്ചിയൊക്കെ വെക്കുന്ന പോലെ തലപ്പാമ്പ് ഇതൊക്കെ മേലെ വെക്കും. ഡോഗ് കടിക്കോ? ഇന്നത്തെ ദിവസം ഈ ഡോഗ് ഞങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് തന്നു കേട്ടോ. ഒരുപാട് ടെൻഷനും തന്നു. പുള്ളി കുറേ ദൂരം നടന്ന് ഞങ്ങളുടെ പുറകെ നിന്ന് പോകുന്നില്ല. ഫൈനലി ഒരുപാട് ദൂരം നടന്ന് കഴിഞ്ഞപ്പം ആളുടെ ഓണർ വന്ന് പിടിച്ചോണ്ട് പോവാണ് ചെയ്തത്. He likes you. Pokey pokey boy. ഇവ മറ്റേ വഴികാട്ടിയാണോ ഇനി? എടാ വീട്ടിൽ പോടാ ചെക്ക. ചെക്കനല്ലേ പെണ്ണെ, വീട്ടിൽ പോടി. അതൊരു പെൺപട്ടി ആയതുകൊണ്ട് ഗോപുജിയുടെ പുറകിൽ നിന്ന് മാറാതെ വളഞ്ഞു വളഞ്ഞ് ഗോപുജിനെ തന്നെ നോക്കി നോക്കി വരിക. ഇതിനെ തീറ്റിപ്പോറ്റാനുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ല കേട്ടോ. അവന്റെ വീടാന്ന് തോന്നുന്നത്. ഇവിടെ വീടെത്തിയപ്പോ നൈസായിട്ട് ഞങ്ങൾ ഒഴിവാക്കി പോയി. ചോ ചോ. സോ എല്ലാ വീട്ടിലും പട്ടികളുണ്ട്. ഞാൻ അതിനൊട്ടും വയ്യ. പുള്ളി ചുമ്മാ ഇരിക്കുന്നോടത്തിരുന്ന് അങ്ങ് കുറയ്ക്കുക. എടാ പള്ളൊരു വിഷ്വലല്ലേ ഇത് കാണാൻ. കണ്ടോ നോക്കിയേ, നല്ല രസമുണ്ട് കാണാൻ. Dobar dan. Dobar dan. Go home. Go home. ആ ദേവിയെ, മുന്നിന്ന് മാറണേ. ഗോപുജി കണ്ടോ?
കുരിശല്ലേ? കുരിശല്ല, മറ്റേതല്ലത് ഈ ഇടി വെട്ടുമ്പോ തട്ടാതിരിക്കാൻ ലൈറ്റനിങ് അറസ്റ്റർ. പട്ടി ആര് പിടിച്ചു? പട്ടിയോ കോപിച്ചോ? ഇതാണ് പോൾട്രി അല്ല, കൗഫാം. പുള്ളി ഒരു രക്ഷയില്ല കേട്ടോ, അടുത്തൊന്നും മാറുന്നില്ല. വഴിയെ ഇങ്ങനെ നമ്മള് നിന്ന് കഴിഞ്ഞാൽ ആളും നിക്കും. നമ്മള് നടന്ന പുള്ളി നടക്കും. പുള്ളിക്ക് ഇവിടെ ഫുള്ളും ഭയങ്കര ഫെമിലിയർ ആണെന്ന് തോന്നുന്നു. നീ പൂച്ചക്കുഞ്ഞിരിക്കുന്നു. പുള്ളി പോയി കേട്ടോ. റോക്കിന്ന് എന്താന്ന് തോന്നുന്നു പേര്. ആരാണ്ടോ റോക്കിന്ന് വിളിച്ച് എന്തോ പറയുന്നുണ്ടായിരുന്നു. പുള്ളി കണ്ടപ്പോൾ പോയിട്ടുണ്ട്. ഇനി തിരിച്ചു വരുമോന്നറിയില്ല. എല്ലാ വീട്ടിലും പെറ്റ്സ് ഉണ്ട്. ഓൾസോ ഈ പെറ്റ്സ് എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്കിവിടെ പെറ്റ്സിനെ കൊണ്ട് നടക്കണമെങ്കിൽ അത് വലിയൊരു പ്രോസസ്സാണ്. ബിക്കോസ് അവർ ഭയങ്കര എക്സ്പെൻസീവ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു ഉള്ള സ്ഥലമാണ്. എല്ലാവരും സൺഡേ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നു. കുറച്ച് പേര് ട്രാവൽ ചെയ്യുന്നു. നല്ല വെതറുള്ളൊരു ദിവസമാണ്. അയ്യോ, ഒരു വീടിന് മതിലും ഇല്ല, ഗേറ്റും ഇല്ല. കോടികൾ വിലയുള്ള കാർ ഉണ്ടെങ്കിൽ പോലും ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും വെച്ചിട്ടില്ല ആൾക്കാർ. അതെ, റോബറീസും ഇതൊന്നും നടക്കാത്ത കാരണമായിരിക്കും തോന്നുന്നു. അതിൻ്റെ മാപ്പാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ കുറച്ച് നടന്ന് ഇച്ചിരി അധികം എത്തി. 100 വീടൊക്കെ ഉണ്ടോ? പ്രകൃതി എവിടെ കൊണ്ടോ തീർന്നു. അങ്ങോട്ട് ഹൈവേ ആണ് ഉണ്ടോ. ട്രക്കിങ്ങിനുള്ള സ്പോട്ടുകളൊക്കെ സ്പെഷ്യലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടേക്ക് പോവാന്നുള്ളത്. സോ അതിന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആവാം. ഇത് കുതിരയുടെ പടമൊക്കെ ഇരിക്കുന്നത് അങ്ങനെ ഒരു 1-2 കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ച് അടുത്ത് കണ്ടൊരു ഹൈവേയുടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടോ പോകണേ, എന്തിനായിരിക്കും ഇവർ ഇരിക്കണേന്നറിയാം. അയ്യോ, പുറകില് ട്രാക്കുണ്ട്, ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പോക്ക് അങ്ങനെയാണ്. ചുമ്മാ സമ്മറിൽ നമ്മൾ ഇതൊന്നുമല്ല, സമ്മറിൽ നമ്മൾ വീട്ടിലിരിക്കില്ല, ഫുൾ നടത്തായിരിക്കും. എന്താ കുഞ്ഞൊരു പാലം, ഒരു അരുവി. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ദൂരം നടന്നു, കുറേ കാര്യങ്ങൾ കണ്ടു. അയ്യോ, നല്ല രസമുണ്ടായിരുന്നില്ല ഇന്ന് യാത്ര. ഇതുപോലെ ഇങ്ങനെ നടക്കാൻ നല്ല വെതറുള്ളപ്പോൾ ഇന്ന് നടക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ, ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രം. അപ്പോൾ നമ്മളിന്ന് നടന്നു, കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടു. അയ്യോ, ശരി ചോഗോബുജി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാओ, അതായത് ബൈ.